ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഫ്രൈഡ് കേക്ക് ഉണ്ടാക്കാം. തനി നാടൻ രുചിയുള്ള ഫ്രൈഡ് കേക്ക്. വെൽക്കം ടു ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് 1/2 കിലോ മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. 1/3 കപ്പ് റവ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. 1 കപ്പ് ഷുഗർ എടുത്ത് അതിലേക്ക് 4 ഏലക്ക ചേർത്ത് പൊടിച്ചെടുത്തതാണിത്. 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2-3 തുള്ളി കളറ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3 മുട്ട, 2-3 ടേബിൾ സ്പൂൺ പാല്. ഇതെല്ലാം നോർമൽ ടെമ്പറേച്ചറിലുള്ളതാണ്. മുട്ടയും നോർമൽ ടെമ്പറേച്ചറിലുള്ളതാണ്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു വയർ വിസ്ക് കൊണ്ടോ തടി കൊണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2-3 തുള്ളി കളർ ചേർക്കാം, അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക. അത് വീഡിയോയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ബേക്കിംഗ് സോഡ ചേർക്കാൻ മറക്കരുത്, വീഡിയോയിൽ നിന്ന് മിസ്സായി പോയതാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. ഇതെല്ലാം മിക്സായി വന്നാൽ നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായി ചേർത്ത് ഇളക്കിയെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. റവ ചേർത്ത് കൊടുക്കുക. റവ ഓപ്ഷനിലാണ്. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് റവ ചേർക്കുന്നത്. 1/2 കപ്പ് നിറച്ചെടുക്കരുത്. 1/2 കപ്പിൻ്റെ ഒരു 1/4 ഭാഗത്തോളം റവ എടുക്കുക. അതായത് 1/3 കപ്പ് എടുക്കുക. ഇതിന് നന്നായിട്ട് കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുക. ഇത് 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. കുഴയ്ക്കുന്ന സമയത്ത് മാവ് ലൂസാണെങ്കിൽ കുറച്ചും കൂടെ മൈദ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് 3 കഷ്ണങ്ങളാക്കി ഞാൻ ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് എണ്ണ തൂത്ത ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കാം. നല്ലൊരു തിക്നെസ്സിലാണ് പരത്തിയെടുക്കേണ്ടത്. തീരെ കനം കുറഞ്ഞു പോകരുത്, ഒരുപാട് കനം കൂടിയും പോകരുത്. ഒരു 1/2 ഇഞ്ചിലും താഴെ കനത്തിൽ വേണം ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. അതിനുശേഷം ഞാൻ വെട്ട് കേക്കിൻ്റെ അതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ ചെറിയ കേക്കുകളായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഈ ഒരു പലഹാരം ഒരു 1 മന്ത് വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ നടുക്കൂടി ഒരു വെട്ട് ഇട്ട് കൊടുക്കാം. അല്ലാതെ ഇതുപോലെ ഡയറക്റ്റായിട്ട് നമ്മൾ ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കേക്ക് കോരി ഇട്ട് കൊടുക്കാനായിട്ട്, കട്ട് ചെയ്ത് കഷ്ണങ്ങൾ കോരി ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് വരട്ടെ. കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാവുന്നതാണ്. തനി നാടൻ ടേസ്റ്റിൽ ഒരു 1 മന്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യാനും. നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.